വെറുതെ ആ പാമ്പിൻ്റെ മേത്ത് കൂടെ കയറ്റണ്ടല്ലോ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്താണ്. ആ കട്ട് ചെയ്ത് നേരെ ഫ്രണ്ട് ബ്രേക്ക് വിളിച്ചു പോയി. ഒറ്റ വീച്ച പോട്ടേമേ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് ഒരു മോട്ടോ വ്ളോഗ് ചെയ്യാണ്. ഇതിപ്പോൾ സൂപ്പർ വ്യൂവിലാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒന്നില്ല, പറഞ്ഞ കുടുംബക്കാരെ വീട്ടിലൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 2 മണിയാകുമ്പോൾ ഫോണ് കളിച്ച് കുതിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ ഒരു MC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോപ്രോയുടെ മൗണ്ട് ഹെൽമെറ്റിൽ, ഈ കാണുന്ന ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും MC വാങ്ങിയതാണല്ലോ, അപ്പോൾ ആ MC വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തൊരു മൗണ്ട് പോലത്തെ ഒരു സാധനം ഈ കമ്പനി ഗോപ്രോയുടെ ഒറിജിനൽ മൗണ്ട്. അപ്പോൾ ആ ഒരു മൗണ്ട് ഈ ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു മൗണ്ടിൽ ഇപ്പോൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ ചെയ്യും. ജസ്റ്റ് ട്രൈ. നമ്മളിനി എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഈ ഹെൽമെറ്റിൽ ഈ മൗണ്ട് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ അതേപോലെ നമുക്ക് മോട്ടോ വ്ളോഗ്, പിന്നെ ബൈക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഗോപ്രോ ഈ ഒരു ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയാം. പിന്നെ അതേപോലെ സൗണ്ടിന് ചെറിയ കുഴപ്പങ്ങളുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റൊക്കെ കൊടുക്കുമ്പോൾ എക്സ്ട്രാ വോയിസ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉള്ളിൽ മൈക്കൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളെടുത്ത് മൈക്കും അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല. അഡാപ്റ്ററൊക്കെ വാങ്ങണം. ഒക്കെ നമുക്ക് സമയമാകുമ്പോൾ വാങ്ങാം. എന്തായാലും മൈക്കിൻ്റെ വീട്ടിൽ അഡാപ്റ്റർ ഇല്ല, നോക്കട്ടെ. അഡാപ്റ്ററൊക്കെ വേണ്ടി നമുക്ക് ഫുൾ സെറ്റൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു മോട്ടോ വ്ളോഗ് ചെയ്യണ ഈ ഒരു വണ്ടീൻ്റെ ഈ ഒരു വ്യൂ, ഇത് സാധാ സൂപ്പർ വ്യൂ ആണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈഡാക്കി കാട്ടിത്തരാം. വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ, പറയാൻ പറ്റില്ല. MC എത്ര ഒട്ടിച്ച് MC എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല സാധനമാണ്. പക്ഷെ അതല്ല തന്നെ ഈ ഒരു ചെറിയ മൗണ്ടിൻ്റെ മുകളിൽ എല്ലാവരും മറ്റേ മൗണ്ടിൻ്റെ ബാക്കിൽ എന്തോ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്താൽ. അപ്പോൾ അതുപോലെ ഒന്നല്ല ചെയ്തത്. ഡയറക്റ്റ് MC നേരെ മൗണ്ടിൻ്റെ മുകളിൽ ഒട്ടിച്ച് നേരെ ഹെൽമെറ്റ് ചെയ്തു. അപ്പം ഫുഡിലൊക്കെ ചാടുമ്പോൾ ഗോപ്രോ തെറിച്ച് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കുണ്ടും കൊയ്യാണല്ലോ. നമ്മളെ മറ്റേതാ ഓർമ്മയാണ്, നമ്മളെ ഷാക്കിർ ഖാൻ InShot പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് കേരള ടു കാശ്മീർ പോകണവരൊക്കെ ആണെങ്കിൽ, കേരള ടു കാശ്മീരൊക്കെ പോകണതാണെങ്കിൽ ഓഫ് റോഡ് ചെയ്യാനും പുള്ളിക്കാരൻ്റെ നാട്ടിൽ വന്ന് അതിന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ലേ ഒരു ഹിമാലയനും പിന്നെ ഷാക്കിർ ഖാൻ്റെ ക്ലിക്കുമായിട്ട്. അതാണ് എനിക്ക് ഓർമ്മ ഇനി കൊണ്ടുപോയി കാണുമ്പോൾ. എനിക്ക് ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് നല്ല ക്ലൈമറ്റ് പോലെ, നല്ല വെയിലില്ല, ഫുള്ളും തണൽ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ കുറച്ചും കൂടി സുഖമായിട്ട് വെയിലൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഈ റൂട്ടിൽ കൂടെ വരുന്നപ്പോൾ അതുപോലെ തന്നെ കുറേ ഒരു 1.5 കൊല്ലം മുമ്പ് ഇവിടുന്ന് ഞാനൊരു വീഴ്ച കൊണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ. ഈ തൊടിയിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി തന്നെ. വെറുതെ ആ പാമ്പിൻ്റെ മേത്ത് കൂടെ കയറ്റണ്ടല്ലോ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്താണ്. ആ കട്ട് ചെയ്ത് നേരെ ഫ്രണ്ട് ബ്രേക്ക് വിളിച്ചു പോയി. ഒറ്റ വീച്ച കയ്യിൻ്റെ അവിടെ എവിടെയൊക്കെ പൊട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീണ പാടെന്ന് ഞാൻ ആദ്യം എഴുന്നേറ്റ് നോക്കിയാൽ ആ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ പാമ്പ് തിരിച്ചിട്ടുണ്ട്. അഥവാ അത് കടിക്കാൻ വന്നാലോ. നമുക്ക് അടുത്ത വൈഡിലിട്ട് കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യണത് സാധാ വൈഡിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സൂപ്പർ വ്യൂ തന്നെ ആയിരിക്കും നന്നാവുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഞാൻ കൈ ഇവിടെ വെക്കുന്നത്, ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല, ലോങ്ങ് എടുക്കണ ക്യാമറ വെച്ചൊരു ഫീലില്ല. അപ്പം അതുകൊണ്ട് തന്നെ
സൂപ്പർ വ്യൂ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വരുമ്പോൾ എടുത്തൊരു ക്ലിപ്പ് ഇവിടെ മെല്ലെ കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ വ്യൂ ആണോ നല്ലത്, സാധാ വൈഡാണോ നല്ലതെന്ന്. എന്താ വെച്ചാൽ നമ്മൾ ബൈക്കിൽ വരുമ്പം നമുക്കിത് വണ്ടി ഫുള്ളായിട്ട് ഇങ്ങനെ സുഖത്ത് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, ഞാനിതിപ്പോൾ തല താത്തിയിട്ടാട്ടോ കാണിക്കുന്നത്. എന്താ തല നേരെ വെച്ചപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഒരു മീറ്ററിൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് കാണുന്നത്. മറ്റേ സൂപ്പർ വ്യൂവിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ട് വണ്ടിയുടെ മീറ്റർ ഇതിൻ്റെ കാല് മുതൽ മുന്നോട്ട് ഫുള്ളും കിട്ടും. എന്തായാലും നോക്കാം. നമ്മൾ ഇനിയും വരുന്നുണ്ട്. ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ എല്ലായിടത്തും നോക്കിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇനി മുതൽ നമ്മൾ ഇതുപോലെ തന്നെ മോട്ടോ വ്ളോഗ്, വണ്ടി റിവ്യൂസ്, പിന്നെ ബൈക്കിൽ ട്രാവൽ ചെയ്യാം. ഫുൾ സെറ്റ്. ഇതൊന്നും പേടിക്കണ്ട. ഒരു വണ്ടി ഉണ്ടെങ്കിൽ ട്രിപ്പ് പോകാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വണ്ടി എടുത്തു, സർപ്രൈസ്. അപ്പം ആ ഒരു വണ്ടീൻ്റെ റിവ്യൂ എന്തായാലും വരുന്നുണ്ട്. ചിലപ്പം ഇന്ന് ഈ വീഡിയോ വരും, നാളെ ആയിരിക്കും, നാളെ മറ്റന്നാളായിരിക്കും മറ്റേ വീഡിയോ വരും ബൈക്കിൻ്റെ. അപ്പോൾ ഒരുവിധം നമ്മൾ ബൈക്ക് പണിയെടുക്കുന്ന ആ ടൈമിൽ ഒരു വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വൈദ്യോളം വർക്ക് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു വിഷ്വലും ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിന് കുറേ കസ്റ്റമർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത് ഷോപ്പിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു സൺഡേ എന്ന് വെച്ചാൽ ഇന്ന് മാത്രമാണ്, എല്ലാ സൺഡേകളിലും മാത്രമാണ് നമുക്ക് ഒഴിവ്. അതുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോകാനും അതേപോലെ അതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഞായറാഴ്ച ആകുമ്പോൾ പറ്റില്ല. ഒക്കെപ്പാടെ സെറ്റാക്കിയിട്ട് ഒരു ദിവസം ഷോപ്പിൽ ലീവ് ആക്കിയിട്ട് പേപ്പർ ടെസ്റ്റ് എടുക്കണം. ഒക്കെപ്പാടെ നമുക്ക് വണ്ടിയായിട്ട് ഓക്കെ. വീട്ടിലേക്ക് എത്തി. നമ്മുടെ വണ്ടി ഇവിടെ മൂടി പുതച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ കേട്ടോ, നമ്മുടെ ഒരു ക്യാമറ ചെക്ക് ചെയ്യണ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതിനും കാണാമല്ലോ ഗോപ്രോയെ മൗണ്ട് ചെയ്തത്. അതേപോലെ വോയിസിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് തൃപ്തിപ്പെടുക. ഓക്കെ. എന്തായാലും സ്വാതന്ത്ര്യദിനമായിട്ട് ഇവിടെ മോനസിൻ്റെ സൈക്കിളുണ്ട്, ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ തൂക്കിയിട്ട് 2 അപ്പുറത്തെ കൊണ്ട്, അതും വെച്ച സ്ഥലം കണ്ടില്ലേ, ബ്രേക്കിൻ്റെ ഉള്ളിൽ 2 സൈഡിലും ബ്രേക്കൊക്കെ കുത്തനെയൊക്കെ വെച്ച്. ഓക്കെ. എന്തായാലും അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.